മുഖ്യമന്ത്രിയുടെ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണന. നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ വെട്ടിക്കുറച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 90 കോടിയോളം രൂപ. കടുംവെട്ട് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട 33 പദ്ധതികളിലാണ്. 8 പദ്ധതികൾക്ക് വകയിരുത്തിയിരുന്ന തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചെന്നും നിയമസഭയിൽ ഫിഷറീസ് മന്ത്രിയുടെ കുറ്റസമ്മതം. നിയമസഭാ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. ഇതിന്റെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഫിഷറീസ് മേഖലയ്ക്കായി മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കായി വകയിരുത്തിയ 33 പദ്ധതികളിലാണ് സർക്കാർ ഒറ്റയടിക്ക് കുറവ് വരുത്തിയത്. അതായത് 331.29 കോടി രൂപയായിരുന്നു സർക്കാർ 2024-25 ബജറ്റിൽ വകയിരുത്തിയത്. അത് പിന്നീട് 241.75 കോടി രൂപയായി കുറച്ചു. ഒറ്റയടിക്ക് 90 കോടി രൂപയാണ് സർക്കാർ കുറച്ചത്. 33 പദ്ധതികളിൽ ഇത്തരത്തിൽ വെട്ടിക്കുറവുകൾ വരുത്തി. 8 പദ്ധതികൾക്ക് വകയിരുത്തിയ, അതും 8 പ്രധാനപ്പെട്ട പദ്ധതികൾ: പരമ്പരാഗത യന്ത്രവൽകൃത മത്സ്യങ്ങളുടെ ആധുനികവൽക്കരണം, മണ്ണെണ്ണ എഞ്ചിൻ ബോട്ടുകളെ പെട്രോൾ എഞ്ചിൻ ബോട്ടുകളായി മാറ്റുന്നതിനുള്ള സബ്സിഡി തുടങ്ങിയിട്ടുള്ള 8 പദ്ധതികളുടെ തുക പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു.